ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം ട്യൂവിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൊടുത്തോളൂ, ഹൈപ്പും കൂടി ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ അനുവിനെ പെണ്ണ് കാണാൻ വന്നേക്കുവാണ് ചെറുക്കൻ്റെ വീട്ടുകാരും കൂട്ടരും. അവർ വന്നു, ചായയൊക്കെ കുടിച്ചു. പെണ്ണുമായിട്ട് അനുവായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അനുവും പയ്യനും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാവിൻ്റെ ചുവട്ടിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടു തീർത്തത്. നാളെ അത് കഴിഞ്ഞിട്ട് അവർ അനുവാണെങ്കിൽ പേടിച്ചാണ് നിൽക്കണത്. ആലോക അവിടെ നിന്ന് രൂക്ഷമായിട്ട് നോക്കണം കണ്ടു. അപ്പോഴത്തേക്കും ഇത്രയും മീനാക്ഷിയും കൂടെ അവർ വർത്തമാനം പറയുന്നിടത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ അനു പേടിച്ച് നിന്നാ സംസാരിക്കുന്നില്ല, പേടിച്ച് നിൽക്കുക. ബിബിനാണ് സംസാരിക്കുന്നത്, പേടിച്ച് നിൽക്കുക. അപ്പം മീനാക്ഷിയുടെയും മിത്രയുടെ നേരെ അനു കണ്ണും കൊണ്ട് കാണിക്കും ആലോക അവിടെ നിൽക്കണ. അപ്പം മീനാക്ഷി മിത്ര അങ്ങോട്ട് നോക്കുമ്പോൾ അലോക അവിടെ നിൽക്കണ കാണും. അപ്പം മിത്ര പറയാം, കണ്ടോ അവനെ ഇഷ്ടിക വെച്ചെറിയണം, അവൻ അവിടെ നിന്ന് നോക്കുക, അതുകൊണ്ടാണ് അനു പേടിച്ച് നിൽക്കണതെന്ന് മിത്ര വേഗം പറയുകയാണ്. അപ്പം മീനാക്ഷി പറയാം, അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ്ട, പ്രശ്നവും അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല എന്ന് പറയാം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ചോദിക്കും, മീനാക്ഷി ചോദിക്കും, വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ചെറുക്കൻ പറയും, അതിന് ഞാൻ മാത്രമേ സംസാരിച്ചുള്ളൂ, അനു സംസാരിച്ചേ ഇല്ല എന്ന് പറയും. അന്നേരം മിത്ര വേഗം പറയും, അത് ചൂടായതുകൊണ്ടാന്ന് പറയും. വേഗം അത് ചൂടായതുകൊണ്ടാന്ന് പറയും. അപ്പോൾ ചെറുക്കൻ പറയാം, ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് സംസാരിച്ചോളാം, അതൊന്നും കുഴപ്പമില്ല പറയാം. അപ്പോൾ പറഞ്ഞു, ഇന്ന് പുറത്ത് നിന്ന് വർത്തമാനം പറയണ്ട, റൂമിൽ പോയി നിന്ന് വർത്തമാനം പറഞ്ഞോളാം മീനാക്ഷി പറയും. അപ്പോൾ ചെറുക്കൻ പറയാം, ഇനിയും കല്യാണം കഴിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ല, പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പയ്യൻ അകത്തേക്ക് കയറി പോവാം. അപ്പോൾ പിന്നെ പയ്യൻ്റെ അച്ഛൻ അമ്മയും പറയുക, അനുവിനെ ബ്രോക്കർ ഫോട്ടോ കാണിച്ച വഴിയെ ബിബിന് ഇഷ്ടമായതാണ്. കാരണം അമ്പലത്തിൽ വെച്ച് ബിബിൻ അനുവിനെ കണ്ടിട്ട് അപ്പം തന്നെ എസ് പറഞ്ഞ് കാണാൻ വരുമോ ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കളിയാക്കല്ലേ അച്ഛാന്ന് പറഞ്ഞ് അപ്പോൾ വേഗം ബാലൻ ചിരിക്കുക. അപ്പോൾ പിന്നെ ജീവൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുക, എന്നത്തേക്കാണ് കല്യാണം നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മോളെ ഇഷ്ടമായെങ്കിൽ പിന്നെ വേഗം കല്യാണം നടത്താം, മോള് പഠിക്കുകയാണ്, പഠിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്തെങ്കിലും പോക്രിത്തരം കാണിച്ചാലോ, കല്യാണം കഴിയുകയാണെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് പഠിപ്പിക്കണം എന്ന ആഗ്രഹം എന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ പഠിപ്പിച്ചോളാം, അതിനൊന്നും കുഴപ്പമില്ല, ജോലിക്ക് വിടുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ പറയേണ്ടത് നിശ്ചയം വേണ്ട, പയ്യൻ്റെ അച്ഛൻ പറയാം, നിശ്ചയം വേണ്ട, കല്യാണം 1 മാസത്തിനുള്ളിൽ നടത്തണം, കാരണം ഇവനൊരു ചേച്ചിയുണ്ട്, ചേച്ചി UK-യിലാണ്, ഞങ്ങൾക്ക് UK-യിലേക്ക് പോകാനുള്ളതാണ് അടുത്ത മാസം. ഇവൻ്റെ കല്യാണം നടത്തിയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ആഴ്ച 3 ആഴ്ചയും കൂടുമ്പോൾ വരണ്ടല്ലോ, ഇവിടെ ആളുണ്ടല്ലോ. അവിടെയാണെങ്കിൽ അവൾ 2ാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ്, പോയില്ല, ഇവൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഞങ്ങൾ പോവാതിരിക്കണേ. പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ കൂടെ വരുവാണ്. ഇതാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാസങ്ങൾ അവിടെ നിൽക്കാമല്ലോ എന്നൊക്കെ പറയാം. അപ്പം നിശ്ചയവും കല്യാണത്തിൻ്റെ ഒപ്പം തന്നെ നിശ്ചയവും മോതിരം മാറ്റം നടത്തിയാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ബാലൻ പറയുന്നു, എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ നടത്താമെന്ന് പറഞ്ഞ് പിന്നെ അവർ ഇറങ്ങുക. പയ്യൻ്റെ വീട്ടുകാരിറങ്ങിയപ്പോൾ വണ്ടി കയറിപ്പോയപ്പം അനുവിനോട് ഫോൺ വിളിക്കണമെന്ന് പറയാം. അപ്പം മീനാക്ഷിയും മിത്രയും പറയാം, ആഹാ ഫോൺ നമ്പറൊക്കെ കൈമാറി, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. അപ്പം ചിരിക്കുക കേട്ടോ, അച്ഛനും അമ്മയൊക്കെ ചിരിക്കുക. എന്നിട്ട് അവരങ്ങടെ പോയെന്നും പറഞ്ഞ് കളിയാക്കിയപ്പോൾ അനു നാണം കൊണ്ട് ഓടി അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻ പന്തലിടുന്നത്, ഫുഡിൻ്റെ സ്വർണത്തിൻ്റെ എല്ലാം വേഗം 2 ആഴ്ചയും കൊണ്ട് എല്ലാം ഓടിപ്പാഞ്ഞ് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വിവാഹം കഴിച്ചാലും പഠിപ്പിച്ചോളാമെന്നാണല്ലോ പറഞ്ഞേക്കണേ. പിന്നെ അവർ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോയി. പിന്നെ ഉള്ള
കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരസു ഓടി ആലോകിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി പറയുക കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ആലോക് പറയാം ഇല്ല ഞാൻ സമ്മതിക്കില്ല, ഞാൻ കല്യാണം നടത്താൻ സമ്മതിക്കില്ല. പിന്നെ നിൻ്റെ സമ്മതം വേണ്ടേ? അവർ ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി, ചെറുക്കൻ പെണ്ണിന് ഫോൺ കൊടുക്കുന്നു, ഫോൺ നമ്പർ കൊടുക്കുന്നു, പെണ്ണ് ഫോൺ നമ്പർ വിളിക്കുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സരസു ആലോകിനോട് പറയാം നീ കാരണമല്ലേ ഇപ്പം അച്ഛനും അമ്മയും ആലോചിച്ച് കൊണ്ടുവന്ന കല്യാണമല്ലേ, അപ്പോൾ പിന്നെ അവൾ സമ്മതിക്കില്ലേ, നീ ഒറ്റ ഒരുത്തൻ കാരണം ഇത് പിണങ്ങിപ്പോയേ, ഇതാന്നൊക്കെ പറഞ്ഞ് സരസു. അപ്പോൾ അവൻ പറയാം ഇല്ല ഞാൻ സമ്മതിക്കില്ല, അവരുടെ വീട്ടുകാരെ അവളെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കില്ല, ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ആലോക് ചൂടാവുക. അതുകൊണ്ട് പയ്യൻ കല്യാണം മുടക്കാൻ വേണ്ടി പയ്യൻ്റെ വീട്ടിലേക്ക് ആലോക് ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം പറയും പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടമാണ്, അങ്ങനെ പലരും വന്ന് അനുവിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാണ്, അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പെണ്ണിന് ഇഷ്ടമായി, അത് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഈ കല്യാണം നടത്തും എന്ന് പറഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു വിടും. അപ്പം എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് എന്നിട്ട് കല്യാണത്തിന് ചെറുക്കൻ വന്ന് കല്യാണം കഴിഞ്ഞ് കൂടെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് ആലോക് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുക ഈ ചെറുക്കനെ. അപ്പോൾ ചെറുക്കൻ പറയാണ് പലരും പറഞ്ഞതാണ് അനുവിനെ കുറിച്ച് മോശമായിട്ട്, എന്നിട്ടും ഞാൻ ഇത് കണ്ടു, ഇപ്പോൾ കണ്ടോ കൺമുന്നിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബിബിൻ ഇറങ്ങി പോവുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കണതാണ് നാളത്തെ സീന്. ചാനൽ കാണുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.